നമ്മൾ ഇന്ന് വാഴാനി ഡാമിലാണ് പോകുന്നത്. ഇതാ പപ്പ കാറൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്, ഉണ്ടല്ലേ? അതിന് നമുക്ക് കേറിയിരിക്കാം. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ചോല റോഡിലേക്ക് ഇറങ്ങാണ്. ലെഫ്റ്റ് ഭാഗത്ത് കാണുന്നതാണ് ഞങ്ങളുടെ സെന്റ് സെബാസ്റ്റ്യൻ കുരിശുപള്ളി. ഈ കാണുന്നത് കുറാഞ്ചേരി കേച്ചേരി ഗുരുവായൂർ റോഡാണ്. നമ്മൾ കുറാഞ്ചേരി ഭാഗത്തേക്ക് തിരിഞ്ഞു. ഈ കുരിശുപള്ളിന്റെ അടുത്ത് കാണുന്ന പച്ച മതില് ഞങ്ങളുടെ വല്യപ്പച്ചന്റെ വീടാണ്. ALF വിൽസൺ ജാംനഗർ എയർപോർട്ടിന്റെ ഡയറക്ടറായിരുന്നു. ഇരുത്തിപ്പറമ്പ് എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പൂക്കളുള്ള വീടാണ് ഞങ്ങളുടെ വേറൊരു വല്യപ്പച്ചന്റെ വീട്, വില്യം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ തറവാട്, അക്കര തറവാട്. ഇതാണ് തിരുത്തിപ്പറമ്പ് സിറ്റി. നല്ല മനോഹരമായ ഗ്രാമമാണ് തിരുത്തിപ്പറമ്പ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ പള്ളി, സെന്റ് ജോസഫ് ചർച്ച്. ഞങ്ങളുടെ ഇടവക പള്ളിയാണ്. ഇനി കുറാഞ്ചേരിയിലേക്ക്. ഇത് കുറാഞ്ചേരി തൃശൂർ ഷൊർണൂർ ഹൈവേ ആണിത്. ഞങ്ങൾ ഇപ്പോൾ വടക്കാഞ്ചേരി ഭാഗത്തിലേക്ക് തിരിഞ്ഞു. വടക്കാഞ്ചേരിയിലേക്ക് ചെന്ന് വാഴാനിയിലേക്ക് തിരിഞ്ഞു. അതിന് കുറച്ച് ദൂരം. എത്ര മനോഹരമാണ് ഞങ്ങളുടെ ഗ്രാമം. പപ്പ ഡ്രൈവിങ്ങിലാണ്. നമ്മൾ പാർലിക്കാട് എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഹലോ ഗൈസ്, ഇതാണ് വടക്കാഞ്ചേരി ഫൊറോണ ചർച്ച്. ഇനി നമ്മൾ ഭരതൻ റോഡിലേക്കാണ് തിരിയുന്നത്. ഹായ്, നമ്മൾ വാഴാനി ഡാമിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു. പപ്പ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഇവിടെ ധാരാളം വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നടന്നു നോക്കാം. അതാ ഒരു ബോർഡ്, വാഴാനി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിൽ. അഡൽട്ട് 20 rupees, ചിൽഡ്രൻ 10 rupees, ബൈക്ക് 10 rupees, കാർ 20 rupees. ദാ പപ്പ ടിക്കറ്റ് എടുത്ത് വന്നു. അകത്തേക്ക് പോവാം. ഹൈ, ടിക്കറ്റ് വാങ്ങുന്ന ആരെയും കാണുന്നില്ലല്ലോ. ആ, ദാ 2 ചേച്ചിമാർ വരുന്നുണ്ട്. ഇവിടുത്തെ ജോലിക്കാരെ തോന്നുന്നു. പപ്പ അവരുടെ ടിക്കറ്റ് കൊടുത്തു. ഇവിടെ 2 വഴികളാണ്. ഇത് ഗാർഡനിലേക്ക്, ആ വഴി ഡാമിലേക്ക്. 6 മണി വരെയാണ് സമയം. ഇപ്പോൾ 4:30. ഞങ്ങൾ ഡാമിലേക്ക് നടന്നു. പപ്പയാണ് ഇപ്പോഴത്തെ ക്യാമറക്കാരൻ. ദാ കുറേ വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇതിലിങ്ങനെ നടക്കാൻ എന്ത് രസമാണ്. ഞങ്ങളിപ്പോൾ ഡാമിന്റെ ബണ്ടിലാണ് ഇരിക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. ദാ ഈ പിന്നിൽ കാണുന്നതാണ് ഡാമിന്റെ റിസർവോയർ. ദാ അകലെ കാണുന്നതാണ് ഗാർഡൻ.
സൂര്യൻ അസ്തമിക്കാനായി. എന്ത് രസമല്ലേ? ദാ അസ്തമയ സൂര്യൻ എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നു. ഇവിടെ ഇരിക്കാൻ എന്തൊരു മനോഹരമായ കാഴ്ചകൾ. നോക്കൂ, ആകാശത്ത് ഇടിമിന്നൽ പോലെ മരത്തിന്റെ ചില്ലകൾ. എന്ത് രസമല്ലേ കാണാൻ? സർപ്ലസ് റെഗുലേറ്ററിന്റെ മുകളിൽ കൂടെ ഞങ്ങൾ ഗാർഡനിലേക്ക് ഇറങ്ങി വരികയാണ്. മമ്മിക്ക് ഇറങ്ങാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ മമ്മിയുടെ കൈ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് സർപ്ലസ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ, വെള്ളം പോകാനുള്ള വഴി. മഴ പെയ്ത് ഡാം നിറയുമ്പോഴാണ് ഇതിന്റെ ആവശ്യം. നമ്മളിപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. 20 പേരിൽ കൂടുതൽ കയറാൻ പാടില്ല. പോയി നോക്കാം. നോക്കൂ, ആ കാണുന്നതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. നമുക്ക് അതിലേക്ക് കയറാം. ഞാൻ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറാണ് കേട്ടോ. അയ്യോ, ഇത് ചെറുതായിട്ട് ഇളകുന്നുണ്ടല്ലോ. എനിക്ക് ചെറുതായിട്ട് പേടിയാവുണ്ട് കേട്ടോ. അയ്യോ മമ്മി, വാ, എന്നെ പിടിച്ചു നടന്നോ. ഇതാ ആടുന്നുണ്ട് തോന്നുന്നു. അയ്യോ, ആടുന്നുണ്ടല്ലോ. വീഴുവോ? സർപ്ലസ് റെഗുലേറ്ററിൽ നിന്ന് നല്ല കരിങ്കൽ പാറയിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ദാ ഞങ്ങൾ ബ്രിഡ്ജിന്റെ അറ്റത്തെത്തി. എന്റെ അമ്മേ, ഹാങ്ങിങ് ബ്രിഡ്ജ് ഭയങ്കരം തന്നെ. എനിക്ക് ഭയങ്കര പേടിയായി. ഇതിലാണ് ബ്രിഡ്ജ് ഹാങ് ചെയ്യുന്നത്. നടന്ന് ക്ഷീണിച്ചു, ഇനി കുറച്ച് വിശ്രമിക്കാം. നല്ലൊരു കോൺക്രീറ്റ് കൊടയുടെ താഴെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന കുറച്ച് പലഹാരങ്ങൾ ഞങ്ങൾ കഴിച്ചു. ദാ മമ്മി ഉണ്ടാക്കിയ പോപ്കോൺ. അത് പോപ്കോൺ കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഗാർഡനിലേക്ക് നടന്നു. ചില വിസിറ്റേഴ്സ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ചുറ്റും നല്ല രസമുള്ള കാഴ്ചകളാണ്. വാ, നമുക്ക് ഗാർഡനിലേക്ക് പോവാം. ഇത് കണ്ടോ, ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണത്. നല്ല ഒഴുക്കുണ്ടെന്ന് തോന്നുന്നു. മമ്മി സൂക്ഷിച്ച് നടക്കണേ. നമ്മൾ ഗാർഡനിലെത്തി. നല്ല ഭംഗിയുള്ള ഗാർഡൻ. സത്യത്തിൽ വാഴാനി ഡാമിന്റെ ഗാർഡൻ ഇത്രയും മനോഹരമാണെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ഡാമാണിത്. എന്ത് രസമല്ലേ കാണാൻ. പാർക്കിലേക്ക് പോവാം. ഇതാ കണ്ടോ, ചിൽഡ്രൻസ് പാർക്ക്. ഒരുപാട് റൈഡുകളുണ്ടല്ലോ. നമുക്ക് ഓരോന്നിലായി കയറി നോക്കാം. ഇതിലെങ്ങനെ പോകുമ്പോ വഴി തെറ്റും.
ആനേന്റെ തുമ്പിക്കൈയിലൂടെ വരുന്ന പോലെ ഉണ്ട്. ഇനി അടുത്തത് മമ്മി ഇവിടെ നിന്നു. ഇതിലൊക്കെ മണല. വേർത്ത് നനഞ്ഞുകൊണ്ട് നീങ്ങുന്നില്ല. ആ ഇനി അടുത്ത് നോക്കാം. ഇത് കുറച്ച് പാടാൻ തോന്നുന്നു. എത്തുന്നില്ല. ഇതാ കുറുക്കന്റെ കഥ പോലെയാവും. വാ മമ്മി, നമുക്ക് അടുത്ത് നോക്കാം. ഇത് മറ്റേതുപോലെ തന്നെ ഉണ്ടല്ലോ, അതിന്റെ ചെറുതാവും. റൈഡ് എന്നെ ഛർദിക്കുന്നു. ഇത് ഇന്നസെന്റ് വീണ് കിടന്നിട്ട് ചിരിക്കണ പോലെ. എല്ലാ റൈഡിലും കയറാനുള്ള സമയമല്ല, ഇരുട്ടായി തുടങ്ങി. നമുക്ക് പതുക്കെ പുറത്തേക്ക് നീങ്ങാം. ദാ ഇതൊരു പാമ്പാട്ടിന്റെ പ്രതിമയല്ലേ, നല്ല രസമല്ലേ കാണാൻ. ദാ ഒരു കോഴി പ്രതിമ, അതിന്റെ മുട്ടയാണ് അപ്പുറത്ത് കാണുന്നത്. ദാ കാട്ടിലൊരു ശിവന്റെ പ്രതിമ. ഞങ്ങൾ മടങ്ങി പോവാൻ തുടങ്ങുകയാണ്. അവസാനമായി ഒരു ഫോട്ടോ സെഷൻ.
അടയ്ക്കാനുള്ള സമയമായി. നമുക്ക് വേഗം പോവാം. അപ്പോൾ നമ്മളുടെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.